കൈകളുടെ പുറം ഭാഗത്തോ കാലുകളിലോ ചെറിയ ചെറിയ കുരുക്കൾ കാണാറുണ്ടോ? അത് ചിക്കൻ സ്കിൻ അഥവാ കെരാറ്റോസിസ് പൈലറിസ് ആയിരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ചിക്കൻ സ്കിൻ എന്താണെന്നും എന്തുകൊണ്ടാണ് അത് വരുന്നതെന്നും പറഞ്ഞു തന്നിരുന്നു. ചിക്കൻ സ്കിൻ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് സോപ്പ്, ക്രീം, സ്ക്രബ് എന്നിവയാണ് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത് ഇത് പറഞ്ഞു തരാം. കെരാറ്റോസിസ് പൈലറിസ് ശരിയായ സ്കിൻ കെയറും ചികിത്സയും ഇത് ദീർഘകാലം നിയന്ത്രിക്കാനും വീണ്ടും വീണ്ടും വഷളാകുന്നത് കുറയ്ക്കാനും സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്ത് കുരുക്കൾ കളയുന്നത് ഒഴിവാക്കുക. ലൂഫ, ഹാർഡ് ബ്രഷ്, വാലറ്റ് സ്ക്രബ്, കോഫി സ്ക്രബ്, ഷുഗർ സ്ക്രബ്, പീമി സ്റ്റോൺ എന്നിവ ശക്തമായി ഉരയ്ക്കുന്നത് കുരുക്കൾ കുറയ്ക്കില്ല. പകരം ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി ചുവപ്പും പരിപരുപ്പും കൂടുതൽ വർദ്ധിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, ഹാർഷ് സോപ്പ് ഒഴിവാക്കുക. കുളി കഴിഞ്ഞ ശേഷം ചർമ്മം കൂടുതൽ വലിഞ്ഞ പോലെയോ വരണ്ടതുപോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് നിങ്ങളുടെ സ്കിൻ ബാരിയർ ദുർബലമാക്കുന്നുണ്ടാകാം. സ്കിൻ കൂടുതൽ വരണ്ടാൽ ചിക്കൻ സ്കിൻ കൂടുതൽ വ്യക്തമായി കാണാം. കുളി കഴിഞ്ഞ് 3 മിനിറ്റിനുള്ളിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. പലരും സ്കിന്ന് പൂർണ്ണമായി ഉണങ്ങിയ ശേഷമാണ് ക്രീം പുരട്ടുന്നത്. കുളി കഴിഞ്ഞ ഉടൻ ചെറിയ ഈർപ്പമുള്ളപ്പോൾ മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ കൂടുതൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. നാലാമത്തെ കാര്യം, വളരെ ചൂടുള്ള വെള്ളത്തിൽ ദിവസവും കുളിക്കരുത്. ചൂടുവെള്ളം സ്കിന്നിലെ സ്വാഭാവിക എണ്ണകൾ കുറയ്ക്കുകയും ഡ്രൈനസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഇതുകൊണ്ടാണ് ചിക്കൻ സ്കിൻ കൂടുതൽ പ്രകടമാകാൻ ഒരു പ്രധാന കാരണം. അഞ്ചാമത്തെ കാര്യം, ടൈറ്റ് ക്ലോത്തിങ് സ്ഥിരമായി ധരിക്കാതിരിക്കുക. കൈകളിലും കാലുകളിലും സ്ഥിരമായി ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ കുരുക്കൾ കൂടുതൽ പരിപരുത്തതായും ചുവന്നതായും തോന്നാം. ആറാമത്തെ കാര്യം, ചിക്കൻ സ്കിന്നുള്ള ഭാഗത്ത് ഇടയ്ക്കിടെ കൈ ഒഴിച്ചു നോക്കുന്ന ശീലം ഒഴിവാക്കുക. സ്ഥിരമായ ഫ്രിക്ഷൻ പ്രശ്നം കൂടുതൽ വഷളാക്കാം. ഏഴാമത്തെ കാര്യം, ലെമൺ, ബേക്കിംഗ് സോഡ, ടൂത്ത് പേസ്റ്റ്, ഡേ ഹോം റെമഡീസ് എന്നിവ ഉപയോഗിക്കരുത്. ഇവ കുരുക്കൾ കുറയ്ക്കില്ല. പകരം സ്കിൻ ബാരിയറിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കി വരൾച്ചയും പരിപരുപ്പും വർദ്ധിപ്പിക്കാം. പ്രധാന കാര്യം, ചിക്കൻ സ്കിൻ ഒരു അഴുക്കല്ല. അതുകൊണ്ടത് ശക്തമായി ഉരച്ചു കളയാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ വഷളാകാനാണ് സാധ്യത. സ്കിൻ ടൈപ്പ്, സ്കിൻ ബാരിയർ ഹെൽത്ത്, വരൾച്ചയുടെ അളവ്, ചിക്കൻ സ്കിൻ്റെ തീവ്രത, അലർജിക് ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് എന്നിവ വിലയിരുത്തിയ ശേഷമാണ് ഞാൻ എൻ്റെ പേഷ്യൻസിന് ചികിത്സ ആരംഭിക്കുന്നത്. ശരിയായ സ്കിൻ കെയറും ചികിത്സയും ആരംഭിക്കുമ്പോൾ ചിക്കൻ സ്കിൻ നല്ലപോലെ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചികിത്സ വൈകിക്കരുത്. ഈ വീഡിയോ ചിക്കൻ സ്കിന്നുമായി ബുദ്ധിമുട്ടുന്നവർക്കായി ഷെയർ ചെയ്യും. അടുത്ത വീഡിയോയിൽ ചിക്കൻ സ്കിൻ പൂർണ്ണമായി മാറുമോ, അതോ ഇത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചിലർക്ക് വരുന്നത്, ഇത് ദീർഘകാലം നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം എന്ന് വിശദമായി പറഞ്ഞുതരാം. ആ വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.